ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റോഷൻ മാവേലിക്കര. ഞാനിപ്പോൾ പറയാൻ വന്നത് എനിക്കിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ആ കാര്യം നിങ്ങളത് പറയാൻ പറ്റും. ഓക്കെ, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദുബായ് പോലീസുമായിട്ട് എനിക്കിന്ന് സംസാരിക്കാൻ ഡയറക്റ്റ് മീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പുള്ളിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളി ഒരു സ്വന്തമായിട്ട് കമ്പനിയൊക്കെ തുടങ്ങി, പുള്ളി കസ്റ്റമറുമായിട്ട് എന്തോ പേയ്മെൻറ്റ് എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ അപ്പോൾ അന്നേരം എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ സംസാരിച്ച് നോക്കി, എൻ്റെ ഒരു നമ്പറുണ്ട്. ഓക്കെ, ഒരു ദുബായ് പോലീസിൻ്റെ ഒരാളുടെ നമ്പറുണ്ട്. അപ്പോൾ ഈ നമ്പറിനെ കിട്ടിയെന്ന് വെച്ചാൽ ഒരു 4 വർഷം മുന്നേ ഏതോ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇയാളെ പരിചയപ്പെട്ടു പോലീസിനെ. പക്ഷേ പലവട്ടം ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പുള്ളിക്ക് എൻ്റെ പേരറിയാം, റോഷൻ. ബട്ട് പുള്ളിക്ക് എൻ്റെ ഫേസ് എന്ന് അറിയത്തില്ല, വേറെ ഒറ്റ പ്രാവശ്യം കണ്ടുള്ളൂ ഞങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞാലും പുള്ളിക്ക് ഓർക്കണമെന്നില്ല, എത്രയോ പേരെ കാണുന്ന ഒരാളാണ് പുള്ളി, അല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് സംസാരിക്കുക, എന്നിട്ട് ഇന്ന് പുള്ളി എന്തോ പറയാമെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇന്നലെ വിളിച്ചപ്പം എന്നിട്ട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്ത് നാളെ വിളിക്കാൻ പറഞ്ഞു. മീറ്റ് മീൻസ് ഇന്ന് വിളിക്കാൻ പറഞ്ഞു. ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പം കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഓക്കെ, ഒരു കാര്യം ചെയ്യും, പോലീസ് ഒരു കാര്യം ചെയ്യും. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഓക്കെ എപ്പോഴാണെന്ന് വെച്ചാൽ പറ, എനിക്ക് ഞാൻ ഇവിടെ നിന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം, പോലീസിനെ കാണാൻ പുള്ളി അങ്ങോട്ട് ചെല്ലാം. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു പുള്ളി അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. പക്ഷേ ആക്ച്വലി ഉണ്ടായെന്ന് വെച്ചാൽ പോലീസ് അന്നേരം പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ നിൻ്റെ ലൊക്കേഷനിലേക്ക് ഞാൻ അങ്ങോട്ട് വരാം. ജസ്റ്റ് ഒരു ഫോൺ കോളിലാണ്, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ലൊക്കേഷനിലേക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ എന്നിട്ട് എൻ്റെ ഫ്രണ്ട് ലൊക്കേഷൻ അയച്ചൊരു മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സ് പോലീസ് പെടുത്തി വന്നത് ഒഫീഷ്യൽ വണ്ടിയിൽ, അവരുടെ ദുബായ് പോലീസിൻ്റെ വണ്ടിയിൽ. അപ്പം എന്നിട്ട് അതുപോലെ തന്നെ ആ പോലീസ് വന്നിട്ട് പുള്ളി വന്നത് ഒഫീഷ്യലി പുള്ളിയുടെ വേറൊരു കൊളീഗുമായിട്ട്, മീൻസ് അവർ 2 പോലീസുകാരെ ട്രാവൽ ചെയ്ത് വന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്മുടെ അടുത്തുള്ള നമ്മുടെ ബിൽഡിങ്ങിൽ തന്നെ നമ്മൾ വന്ന ലൊക്കേഷൻ ഇരുന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രോബ്ലംസ് കേൾക്കുകയും, എന്നിട്ട് റിയലി ഞാനതൊന്നും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണത്. ഓക്കെ, അപ്പം പുള്ളിയുടെ പ്രോബ്ലംസ് എല്ലാം കേൾക്കുകയും പുള്ളിയുടെ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള മീൻസ് അത് പേയ്മെൻറ്റ് പുള്ളിയുടെ കസ്റ്റമേഴ്സിൻ്റെ കോൺടാക്റ്റ് നമ്പറും മേടിച്ച്. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി കേസ് കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെയും അവർക്ക് ദുബായ് പോലീസിനെ വിളിക്കുമ്പോൾ അവരെ പേടിച്ച് പൈസ തരുമല്ലോ, അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അതും പുള്ളിക്ക് പോലീസുകാരന് മനസ്സിലായിട്ട് പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എനിക്ക് ആ കോൺടാക്ട് നമ്പർ അയക്കുക, എന്നിട്ട് ഞാനാണെങ്കിൽ അവരെ ഓഫീസ് ഫോണിൽ നിന്ന് വിളിക്കാം. അപ്പോൾ ദുബായ് പോലീസിൻ്റെ പേര് കാണിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി 2 നമ്പറും മേടിച്ചിട്ട് പോയി. 2 പേരെയും വിളിച്ചു. 2 പേരിൽ നിന്നും ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് റിപ്ലൈയും കിട്ടി. അപ്പോൾ ആക്ച്വലി അത് ഓൾമോസ്റ്റ് ഒരു 50 to 60% സോൾവ് ആയി എന്ന് വേണം പറയാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും പോലീസ് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് എന്തായി ചോദിക്കുന്നു. മീൻസ് ആ ഒരു കെയർ അല്ലെ, ആ ഒരു സപ്പോർട്ട്, മനസ്സിലായോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്തെങ്കിലും കാര്യം പറയുകയാണ്, അവർ പറയാം ഓക്കെ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറയും. മറിച്ച് ഇതെന്ന് പറഞ്ഞപ്പം ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു പോലീസുകാരോട് സംസാരിച്ചപ്പോൾ പുള്ളി ഏതോ റാങ്കിയിരിക്കുന്ന ഒരാളാണ്, അല്ലേ. പക്ഷെ നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി ആ സ്പോട്ടിൽ വരികയും സോൾവ് ചെയ്യാനും, അപ്പോൾ അതുപോലെ അതിൻ്റെ ആ ഫോളോ അപ്പ് ചെയ്യാനുള്ള കാണിച്ച മനസ്സ് റിയലി അപ്രിഷ്യേറ്റ്. കാരണം വെച്ചാൽ അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് അതിശയം തോന്നി. ഓക്കെ, ആ ഒരു പോലീസിൻ്റെ ആ ഒരു ആക്ഷനും നമ്മൾ സാധാരണ ഒരു പരിചയവും ഇല്ല. എന്നിട്ട് പുള്ളി ചോദിച്ചു ആരാണ് എൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാനാ നമ്പർ കൊടുത്ത്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പം പുള്ളിക്ക് എന്നെ മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റോഷനാണ്, നമ്മൾ വർഷങ്ങൾക്ക് പരിചയപ്പെട്ട. ഓക്കെ, പിന്നെ പേര് പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി. ഓക്കെ, എനിവേ ഐ അപ്രിഷ്യേറ്റ് ഇറ്റ്. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ദുബായ് പോലീസ്, ഓക്കെ, ഫോർ ദ സപ്പോർട്ട്. ബൈ.